ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം ഓർഡർ കൊടുത്തിരുന്നു. ഒരു സൈറ്റിൽ നിന്നാണ് ഒരു സാധനം, കുറച്ചേറെ സാധനങ്ങൾ. അപ്പോൾ അതിപ്പം ഡെലിവറി ആകുമെന്ന് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വാനാണോ എന്നൊരു സംശയമുണ്ട്. urla.com എന്നായിരുന്നു ആ സൈറ്റിൻ്റെ പേര്. കുറേ നാട്ടിലെ പലഹാരങ്ങളെല്ലാം കൂടെ വെച്ചിട്ടുള്ള സാധനമാണ്. എനിക്കൊന്ന് അവരാണ് ഈ വരുന്നത് തന്നെ. ഞാൻ അവരെ കാണിക്കുന്നില്ല, ഞാനൊന്ന് വാങ്ങിക്കട്ടെ. സോ ഇതാണ് സംഭവം, urla.com. എൻ്റെ ബെല്ല, ഞാനിതൊന്ന് കാണിക്കട്ടെ. സോ ഇതാണ് സാധനം, urla.com. പുറത്തുനിന്ന് എന്ത് പെട്ടി വന്നാലും അത് ബെല്ലയുടെ ആണെന്നാണ് ബെല്ലയുടെ വിചാരം. എന്ത് വന്നാലും അവളുടെ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് അവൾ നമുക്ക് നോക്കാൻ തരുള്ളൂ. അപ്പോൾ അവളുടെ ഇൻസ്പെക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിങ്ങനെ ഓർഡർ കൊടുക്കാനുള്ള മെയിൻ റീസൺ ഇതിനകത്ത് വേറൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ തിരുനെൽവേലി ഹൽവ. അപ്പോൾ ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ഓർഡർ കൊടുത്തത്. പിന്നെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ, ഈ ഒരു പെട്ടിയൊക്കെ ഉണ്ട് ഇവർക്ക്. പക്ഷേ ആ പെട്ടിയിലെ സാധനങ്ങളല്ല ഞാൻ ഓർഡർ ചെയ്തത്, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. സോ നല്ലൊരു കാർഡുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ളൊരു ഇൻസ്പെക്ടർ? എനിക്കുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്യും, ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്, ഇതൊക്കെ സാറിന് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് തരുള്ളൂ. പേഴ്സണൽ ഇൻസ്പെക്ടറാണ്. ക്യാഷൊന്നും കൊടുക്കണ്ട, ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. നല്ല സൺഫ്ലവർ അല്ലേ? സോ എന്തൊക്കെയാണെന്ന് നോക്കാമേ. സ്വീറ്റ് മെമ്മറീസ്, ഇതെന്തായിരിക്കും? ഓ, ഈ സാധനം ഞാൻ ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഡേറ്റ് ഓഫ് പാക്കിംഗ് 18 ജൂലൈ ആണ്. അപ്പോൾ 30 ഡേയ്സ്, അടുത്ത മാസം 18-ാം തീയതി വരെ ഉള്ളൂ ഇതിൻ്റെ എക്സ്പയറി. സോ ഡ്രൈ ഫ്രൂട്ട്സ് പൂത്തിരക്കലു എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനം. ഇത് ആന്ധ്ര സ്പെഷ്യൽ സാധനമാണ്. പിന്നെ പലഹാരപ്പെട്ടിയായിട്ട് ഓർഡർ ചെയ്ത കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇത് മധുര ഹൽവ, നമ്മുടെ തിരുനെൽവേലി ഹൽവയാണിത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവളിവിടെ ഇരിക്കുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇതില്ല, നമ്മുടെ തേൻനെല്ലിക്ക, അതാണ് തേൻനെല്ലിക്ക. പിന്നെ ഞാൻ പറഞ്ഞത് അതെ, ബദാം മിക്സാണ്, ബദാം മിൽക്കിൻ്റെ മിക്സാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തിരുന്നത്. ബദാം മിക്സ്, തിരുനെൽവേലി ഹൽവ, പിന്നെ പൂത്തിരക്കലു, പിന്നെ ഇത് തേൻ നെല്ലിക്ക. ഇതൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് പോയി. ഇപ്പോഴത്തേ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബദാം മിൽക്ക് ഇടാനായിട്ട് ഇച്ചിരി ബദാം മിൽക്ക് ഞാനൊരു പാത്രത്തിലിട്ട് വെച്ച്. ടോട്ടൽ ഇത്രയാണ് ആ പാക്കറ്റിലുള്ളത്. അത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പാലെടുത്തു. പിന്നെ തേൻ നെല്ലിക്ക, ഇതാണ് കുരുവൊന്നുമില്ലാത്ത തേൻ നെല്ലിക്കയാണ്. എല്ലാം കുറച്ചൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ. ഇത് പുത്തരക്കലു എന്ന് പറഞ്ഞ സാധനം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ്. ഇതെൻ്റെ സ്പെഷ്യൽ തിരുനെൽവേലി ഹൽവ, മധുര ഹൽവ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് തന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഓർഡർ എടുത്തത്. ഒന്നായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ട്രൈ ചെയ്യാമേ. അപ്പോൾ ആദ്യം ഞാൻ ഈ ബദാം മിൽക്ക് ഇതിനകത്തൊന്ന് ഇടട്ടെ. കയ്യിൽ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പൂണ് ഇതിനകത്തേക്ക് ഇടുകയാണ്. കുറച്ചും ഇടാമേ. ഇനി അത് ഇളക്കി വയ്ക്കാം. ഈ ബദാം മിൽക്ക് എവിടെ നിന്ന് കിട്ടിയതെന്നറിയാമോ? നമ്മൾ പണ്ട് ബാംഗ്ലൂർ, എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂർ, അപ്പോൾ ബാംഗ്ലൂർ സിസ്റ്ററിനെ കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വരുമ്പോൾ വൈകുന്നേരം ഐലൻഡിന് കയറി വരാൻ വേണ്ടി വരുന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബദാം മിൽക്ക്, നന്ദിനിയുടെ ബദാം മിൽക്കിൻ്റെ ഒരു കടയുണ്ട്. അവിടെ വൈകുന്നേരം, ബാംഗ്ലൂരൊക്കെ ആ സമയത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ അവിടുന്ന് നല്ല ബദാം മിൽക്ക് ഒക്കെ വാങ്ങിച്ചു തരും. നമ്മൾ അവിടുന്ന് ഇങ്ങനെ കുപ്പിയിൽ ബദാം മിൽക്ക് പൗഡറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് കുടിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൽ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇതിൽ ഞങ്ങൾ അവിടുന്ന് കുടിച്ചപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്, ഒരു ബേബി യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ കളറൊന്നും മാറിയിട്ടില്ല. ചിലപ്പോൾ ഒരുപാട് കളറൊന്നും ഇവർ ഉപയോഗിക്കത്തുണ്ടായിരിക്കും.
ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. വാ, ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ഇത് അതിലൊരു സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബദാമൊക്കെ നമുക്ക് ഇടയ്ക്കൊരു കിറുകിറ കടിക്കാൻ കിട്ടും. ഒത്തിരി ഇല്ല, ഒരു ചെറിയ തരിതരിയായിട്ട് കടിക്കാനുണ്ട്. ബദാമിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഐറ്റമാണിത് ബദാം മിൽക്ക്. പക്ഷേ സാധനം ഇച്ചിരി ഉള്ളൂ എന്നുള്ളൊരു പരാതി ഉണ്ട് എനിക്ക്. അത് സാരമല്ല. ഇനി നമുക്ക് അതിങ്ങനെ ഒരുപാട് ഇപ്പോൾ കുടിക്കുന്നില്ല, കാരണം ഇതെല്ലാം മധുരമായിട്ട് മൊത്തത്തിൽ ഞാൻ മത്ത് പിടിച്ചിരിക്കും. അപ്പോൾ ഇത് വൈൽഡ് ഹണി ആംലയാണ്. ഇവർക്ക് ഒരുപാട് തേനൊക്കെ അവൈലബിൾ ആട്ടോ. പല ടൈപ്പ് ഹണി ഇവർക്ക് അവൈലബിൾ ആണ്. ഞാനിതിൽ ഒരെണ്ണം എടുത്ത് കഴിക്കാമേ. ഒരുപാട് അലിഞ്ഞിട്ടുള്ളതല്ല, അലിയാതെ എന്നാൽ ഫുള്ളും തേനിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തേൻ എത്തിയിട്ടുണ്ട്. നല്ല സാധനം. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് ഈടായിട്ട് കുറച്ച് മറവിയൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 100% മൗണ്ടൻ ആംല, ബീ ഫ്രണ്ട്ലി, നാച്ചുറൽ ആൻഡ് റോ ഹണി, യുണീക്ക് അരോമ. നല്ലൊരു അരോമയുണ്ട് സത്യം പറയുന്നതിന്. ഇനി ഇത് ഞാൻ തിരുനെൽവേലി ഹൽവ ലാസ്റ്റേ ട്രൈ ചെയ്യുള്ളൂ. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞാൻ ഏറ്റവും ലാസ്റ്റേ കഴിക്കുള്ളൂ. അതിങ്ങനെ ഈ പ്ലേറ്റിലാണെങ്കിലും ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും. ഇനി പുത്തരക്കിലോ. ഇത് മൊത്തം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഒരു കടി നമുക്ക് കടിച്ച് നോക്കാമേ. ഇത് തൊട്ടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന സാധനമാണേ. സോ ഇതാണ് പുത്തരക്കിലോ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അരിയുടെ ഇത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അരി ഭയങ്കര നേർപ്പിച്ച് അരിമാവ് കലക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് ഒരു കലത്തിൻ്റെ മുകളിലിങ്ങനെ വിരിച്ച് അങ്ങനെ എന്തോ ആണ് ഇതുണ്ടാക്കുന്നത്. യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ പൊടിയൊക്കെ ഇട്ടിട്ട് ആ മുകളിലാണ് ഒരു ആമണ്ടും പിന്നെ പിസ്താഷ്യാന്ന് തോന്നുന്നു, അതിട്ടിട്ടുണ്ട്. ഒന്ന് കടിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കടിക്കുമ്പോൾ ഒരുമാതിരി നമ്മൾ റൈസ് പേപ്പറിൻ്റെ സാധനമല്ലേ, അതിലും കുറച്ചുകൂടെ തിന്നും. റൈസ് പേപ്പറിൻ്റെ അങ്ങനെ വെച്ചിട്ട് കടിച്ചിട്ട് കഴിക്കുന്ന പോലെ, പക്ഷെ അതിലും തിന്നും. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കഴിക്കുന്ന പോലെ തന്നെ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മൊത്തം കഴിക്കണം വേണ്ടതെന്നുള്ള ചിന്തയാണ്. ഭയങ്കര ഷുഗറാവും, എനിക്ക് പറ്റില്ല. ഇതൊഴിക്കട്ടെ, പിന്നെ നമുക്ക് കഴിക്കാം. ഇത് ഞാൻ വേറെ പാത്രത്തിൽ നിന്ന് ഇട്ട് വെക്കാൻ എന്താണെന്നറിയാം. ഇതങ്ങനെ ഇട്ട് വെക്കേണ്ടി വരത്തില്ല, നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റും. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, തിൻ ടെക്സ്ചറാണ് ഇതിന് പ്രതീക്ഷിച്ചത്. തിന്നെന്ന് വെച്ചാൽ ഇത്രയും കട്ടി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇച്ചിരി കട്ടി ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇത്രയും രാജ്യത്തേക്കൊക്കെ അയക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. ഇത് നാട്ടിൽ നിന്ന് വരുന്ന കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന്. ഇവരുടെ ഇത് പറയുന്നത്, ഇവരുടെ ആ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഇവരിപ്പോൾ കേരള സാധനങ്ങളും ചെയ്യുന്നുണ്ട്. കേരള സാധനങ്ങൾ എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരും. പിന്നെ ഞാൻ ഇവരുടെ ചാനലിൽ നിന്ന് ഓർഡർ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുനെൽവേലി ഹൽവ. ഇത് ഇച്ചിരി കട്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാൻ പറ്റുവാണെങ്കിൽ. സോ ഇത് ട്രൈ ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് സാധനം. നല്ലൊരു മണമുണ്ട് ഇതിന്, ആ നെയ്യുടെ മണം. ഒന്നും മിണ്ടാൻ തോന്നില്ല, ഇങ്ങനെ ഇങ്ങനെ മിണ്ടാതെ. ഓ എൻ്റെ മോനെ, സൂപ്പർ സാധനം, നല്ല സാധനം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഞാൻ പറയത്തില്ല, പക്ഷേ കുറച്ചൊന്ന് ചവച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റാവും. സൂപ്പർ സാധനം. ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലതായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയല്ല, ഞാനിവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നെയ്യ് ഉപയോഗിച്ചില്ല. നെയ്യ് ഒരുപാട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണെന്നറിയത്തില്ല, വേണ്ട വേണ്ട എന്നുള്ളൊരു തോന്നലാണ്. ഇത് പക്ഷെ നന്നായിട്ട് നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. കൊതി വരുമ്പോൾ ഒരു സ്പൂൺ അങ്ങനെ കഴിക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യണമെങ്കിൽ ഈ urla.com ഓർഡർ കൊടുത്താൽ മതി. OORLA ആണ്. അവർക്ക് കുറേ സാധനങ്ങളുണ്ട്, പലഹാര പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുറേ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. സോ താങ്ക് യു ഊർല. ഊർലയാന്ന് തോന്നുന്നു, ഊർല. സോ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത്. താങ്ക്സ് എ ലോട്ട്. Hope you all enjoyed. Thank you.